بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മൾ ഇന്ന് എടുക്കാനുള്ളത് 18 മുതലുള്ള ആയത്തുകളാണ്. നമ്മൾ 17 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. നമ്മൾ വിശുദ്ധ ഖുർആന്റെ പഠനം നമ്മൾ നടത്തുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് ഈ പഠനത്തിൻ്റെ ഒപ്പം നമ്മുടെ ബാധ്യതയായി മാറുകയാണ്. നമ്മുടെ ഒരു ബാധ്യതയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവീൻ. അപ്പോൾ നമ്മൾ ധാരാളം ആയത്തുകൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ആശയങ്ങൾ വിശദീകരണങ്ങൾ പഠിക്കുകയാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് അതിൻ്റെ ആശയം അതിൻ്റെ ആയത്തുകൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം, അതിനൊരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ വ്യക്തിപരമായി നമുക്കൊരു നിർബന്ധമായ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ കലാം, ഈ വിശുദ്ധ ഖുർആനും ഇതിൻ്റെ ആശയവുമൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന് നമുക്ക് എന്താണോ കഴിയുക അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരു ടീമായി ചെയ്യാനുള്ള നല്ല അവസ്ഥകൾ ഇവിടെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനായി അവർ വ്യഗ്രത കാണിച്ചിരുന്നു എന്നാണ്. ഓരോ ആയത്തുകളും അതിൻ്റെ ആശയങ്ങളും പഠിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ അതേപോലെ തന്നെ നമുക്കറിയുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആശയങ്ങൾ ആയത്തുകൾ അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് പാരായണം ചെയ്തു നോക്കാം. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതലാണ് എടുത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ആ 17 ജസ്റ്റ് ആ ആയത്തുകളൊന്ന് ഓതി നോക്കിയിട്ട് നമുക്ക് പുതിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون. ഒന്നുകൂടി നോക്കാം.
18 മുതലുള്ള ഭാഗം. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ്. അവിടെ വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. അവിടെ ബൽ നഖ്ദിഫു അല്ലേ, അവിടുത്തെ ഖാഫ് ഏതിൽപ്പെട്ടതാണ്? ഹുറൂഫുൽ കൽക്കലയിൽപ്പെട്ടതാണ്. അവിടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഹുറൂഫുൽ കൽക്കലയുടെ അക്ഷരങ്ങൾ വെളിവാകണം. അപ്പൊ നഖ്ദിഫു ബൽ നഖ്ദിഫു ബിൽ ഹഖ്, ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു. അവിടെ നമുക്ക് ഫയദ്മഗുഹു, അവിടെ ചെറിയൊരു വാവ് നമുക്ക് കാണാം അല്ലെ. ആ വാവിന് സാധാരണ പറയാം മദ്ദു സിലത്തുൽ കുബ്ര എന്നാണ് പറയാ. അത് ലൊമീറായ ഹായിന് ശേഷം അവിടെ ഹർക്കത്തുള്ള അക്ഷരം വന്നാൽ അവിടെ 2 ഹർക്കത്തിന്റെ അളവിലാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്. അത് അടുത്ത ആയത്തിലും ആ വാവ് 2 സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് ചെറിയൊരു വാവ്, വലിയ വാവല്ല, ചെറിയ വാവില്ലേ. എവിടെ? ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിലി ഫയദ്മഗുഹു എന്ന് കാണാം. ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അത് പിന്നെ ഹായിന് ശേഷം 4 ഹർക്കത്തിന്റെ അളവിൽ നീട്ടി ഉച്ചരിക്കേണ്ടി വരും. അത് ഹംസ വന്നാലാണ് എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ വലഹു പിന്നെ എന്നതിന് ശേഷം അവിടെ വന്ന അക്ഷരം ഏതാണ്? ഹർക്കത്തുള്ള അക്ഷരം എന്താണ്? അവിടെ ഫ ആണ് വന്നത്. ഫ അല്ലെ. ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ്, ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. ഒന്നുകൂടി നോക്കായത്ത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് ومن عنده لا يستكبرون عن عبادته ولا يستحسرون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. അവിടെയും കാണാം വലഹു അല്ലെ. നമ്മൾ മേലെ വന്ന അതേ വാവ് അവിടെ കാണുന്നില്ലേ? ഹായിന് ശേഷം ഒരു വാവ് കാണുന്നില്ലേ? വലഹു. അപ്പൊ അവിടെ നമ്മള് പറഞ്ഞത് മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് അതിനെ തജ്വീദിന്റെ ഭാഷയിൽ പറയാ. അപ്പൊ അവിടുത്തെ നിയമം എന്താണ്? ഹാ, അതായത് ലൊമീറായ ഹാ ഉണ്ടാവല്ലോ. ഇവിടെ വലഹു അവനുണ്ട്. അപ്പൊ അവൻ എന്നൊക്കെ അറിയിക്കുന്ന ആ വാവ്, ആ ഹായിന് ശേഷം അവിടെ എന്ത് ചെയ്തു? ഒരു ചെറിയ വാവ് അവിടെ വന്നു. മേലെ വന്ന അതേ വാവാണ്. അത് നമ്മൾ മദ്ദുസിലത്തുൽ കുബ്ര. അപ്പൊ അത് ഹർക്കത്തുള്ള ഒരക്ഷരം വരിക. ലമീറായ ഹായിന് ശേഷം ഹർക്കത്തുള്ള ഒരക്ഷരം വന്നാൽ എന്ത് ചെയ്യും? ഇതിലിപ്പോ ഏതാണ് ഹർക്കത്തുള്ള അക്ഷരം? മീമാണ്. ഇവിടെ മീമാണ്. ഇവിടെ വലഹു മൻ ഫിസ് സമാവാത്ത് മീമാണ്. അപ്പൊ 2 ഹർക്കത്താണ് ഇവിടെ നീട്ടേണ്ടത്. എന്നാൽ ചില സന്ദർഭത്തിൽ നമ്മൾ വെറും 4 ഹർക്കത്ത് നീട്ടണം. അതെപ്പോഴാണ്? ആ ലമീറായ വാവിന് ഹായിന് ശേഷം ആ ചെറിയ വാവ് വരികയും അതിന് പിന്നെ ഹായിന് ശേഷം പിന്നെ ഹംസ വരികയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ 2 അല്ല 4 ഹർക്കത്തിന്റെ അളവിൽ എന്ത് ചെയ്യണം? അവിടെ നീട്ടി ഉച്ചരിക്കണം. അതാണ് വലഹു മൻ ഫിസ് സമാവാതി. അവിടെ മൻ ഫിസ് സമാവാതി. അവിടെ നൂന് പിന്നെ സുക്കൂൻ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ വെളിവാക്കേണ്ടതില്ല. അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. നൂനു സാക്കിനക്ക് ശേഷം അവിടെ എന്ത് ചെയ്തു? ഫാ വന്നു. അവിടെ വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു. അവിടെ വമൻ, അവിടെ എന്ത് ചെയ്യണം? നമ്മൾ നൂനു സാക്കിന ഇവിടെ ആദ്യത്തെ ഇഖ്ഫ ആണ് പറഞ്ഞത്. ഇവിടെയോ ഇൽഹാറാണ്. നൂനു സാക്കിനക്ക് ശേഷം അവിടെ എന്ത് വന്നു? ഐന് വന്നാൽ അവിടെ ഇൽഹാറാണ്. അവിടെ കൃത്യമായിട്ട് ഹർക്കത്ത് ആ സുക്കൂന് കൊടുത്തിട്ടുണ്ട്. അവിടെ വമൻ എന്ന് കൊടുത്തു. വമൻ ഇൻദഹു. അവിടെ ഇൻദഹു അവിടെ നൂൻ എന്തില്ല? സുക്കൂനില്ല. അവിടെ നൂനു സാക്കിനക്ക് ശേഷം അവിടെ എന്ത് ചെയ്തു? ഫാ വന്നതിനാൽ അവിടെ
ഇഖ്ഫ ആണ്, അവിടെ ഇഖ്ഫ ആണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നൂനു സാക്കിനയുടെ നിയമം നമുക്ക് മനസ്സിലാകാനാണ്. നമ്മൾ പറഞ്ഞു സുക്കൂന് ഇട്ടതും സുക്കൂൻ ഇടാതിരിക്കുന്നതൊക്കെ ഇഖ്ഫായിനെയും ഇൽഹാറിനൊക്കെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. വമൻ ഇൻദഹു, ഹു വീണ്ടും വന്നു അവിടെ അല്ലെ, ഇൻദഹു ലാ യസ്തക്ബിറൂൻ. ആ ലമീറായ ഹായിന് ശേഷം അവിടെ വാവ് വന്നു. അവിടുത്തെ നിയമം നമ്മൾ പറഞ്ഞത് മദ്ദു സിലത്തുൽ കുബ്ര. അവിടുത്തെ അതിന് ശേഷം വന്ന ഹർക്കത്തുൽ അക്ഷരം ഏതാണ്? ലാമാണ് അല്ലെ. ഇൻദഹു ലാ യസ്തക്ബിറൂൻ. ഒന്നുകൂടി നോക്കായത്ത് വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അൻ അവിടെ അൻ നൂനു സാക്കിനൊക്കെ ശേഷം അവിടെ എന്ത് ചെയ്തു? ഐന് വന്നു. മേലെയും അങ്ങനെ തന്നെയാണ്, ഐനാണ് എന്ത് ചെയ്തത് അതിനുശേഷം വന്നത്. വമൻ ഇൻദഹു, ഇവിടെ അൻ ഇബാദത്തിഹി, അവിടെയൊക്കെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അൻ ഇബാദത്തിഹി, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ഇബാദത്തിഹി, അവിടെ 2 ഹർക്കത്തിന്റെ അളവിലാണ്. വലാ യസ്തഹ്സിറൂൻ യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. നമ്മൾ പുതിയതായിട്ട് എടുത്ത ആയത്തുകൾ ഒന്നും കൂടി ഓതി നോക്കാം, 18 മുതൽ ഇങ്ങോട്ട്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗുഹു ഫൈദാ ഹുവ സാഖിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفطرون. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എടുത്ത ഭാഗം വമാ ഖലഖ്ന സമാഅ വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെയായിട്ടല്ലാതെ? വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിനെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. ലാഇബീൻ, ഒരു വിനോദം, കളി, തമാശ. അപ്പൊ ഇതൊന്നും തമാശയായി അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചതല്ല. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രപഞ്ചത്തിലെ എന്ത് കാര്യമാണെങ്കിലും ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളും ചില ലക്ഷ്യങ്ങളും ഉണ്ട്. എല്ലാം നമുക്ക് അറിയണമെന്നില്ല, എന്നാൽ ചിലതൊക്കെ നമുക്ക് അറിയാം. എന്താണ് അള്ളാഹു ഇതിനൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യം? എന്നാൽ അവിടെ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു അള്ളാഹ് സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമില്ല, അള്ളാഹുവിന് ലഹുവുണ്ട്, വിനോദമുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു അള്ളാഹുവിന് വിനോദമില്ല. വിനോദവും കളിയും തമാശക്കാർക്കുള്ളതാണ്, സൃഷ്ടികൾക്കുള്ളതാണ്, മനുഷ്യർക്കുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിന്റെ പിന്നിലൊന്നും പ്രത്യേകിച്ച് ലക്ഷ്യവും ഉദ്ദേശമൊന്നുമില്ല. പിന്നെ അതേപോലെ അവര് ഒരു കാര്യമായ ആരോപണം അവരെന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. അള്ളാഹു ഒരു ലഹുവിനെ സ്വീകരിച്ചു. അവിടെ നമ്മൾ പറഞ്ഞത് ഇമ്രഅത്ത്, ഒരു ഭാര്യയെ, ഇണയെ സ്വീകരിച്ചു, അള്ളാഹുവിന് സന്താനമുണ്ട് എന്നൊക്കെ അവര് അള്ളാഹുവിലേക്ക് ചാർത്തി പറഞ്ഞു. അപ്പൊ അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൈകാര്യം ചെയ്തത്. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ, ഒരു ലഹ്വ്, ഒരു വിനോദം നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹു, നാം അതിനെ സ്വീകരിക്കുമായിരുന്നു. മില്ലദുന്ന, മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്ന് തന്നെ. അപ്പൊ അഭൗതികമായ വഴിയിൽ നമ്മുടെ പടപ്പുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ് ഒരു ലഹ്വ് എടുക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ അടുക്കൽ നിന്ന് തന്നെ അള്ളാഹ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ ആവശ്യമാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു. പക്ഷെ സ്വീകരിച്ചിട്ടില്ല. ഇൻ കുന്ന ഫാഇലീൻ, തീർച്ചയായും നാം അങ്ങനെ പ്രവർത്തിക്കുന്നവനേ അല്ല, അങ്ങനെ ഒരു ലഹുവിനെ സ്വീകരിക്കുന്നവനേ അല്ല. അപ്പൊ ഈ കാര്യത്തെ ഇനി എന്ത് ചെയ്യാണ്? അവര് പറഞ്ഞ ആരോപണങ്ങളെയും അപവാദങ്ങൾ എന്ത് ചെയ്യാണ്? അതിനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന രൂപത്തിലാണ് 18-ാമത്തെ ആയത്ത്. നോക്കാം. ബൽ നഖ്ദിഫു ബിൽ ഹഖ്, ബൽ പക്ഷേ, എന്നാൽ, നഖ്ദിഫു, നഖ്ദിഫു ഖദഫ എന്ന് പറഞ്ഞാല് നമ്മള് സൂറത്ത് ത്വാഹയിൽ ഈ പദം പഠിച്ചിട്ടുണ്ട്. ഖദഫ എറിഞ്ഞു എന്നർത്ഥമുണ്ട്, റമ എന്നർത്ഥമുണ്ട്. ഖദഫ എറിഞ്ഞു. അതായത് നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഖൗമ് മൂസാ നബി
ഈ ഇജിലിനെ ആരാധിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പശുക്കുട്ടി ആരാധിച്ചത്? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങള് ഞങ്ങളുടെ കൈകളിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഈജിപ്തുകാരുടെ അല്ലെ, സീനത്തുൽ ഖൗം ഉണ്ടായിരുന്നു. ഫഖദഫ്നാഹ, ഞങ്ങൾ അത് എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അവിടെ. ഫഖദഫ്നാഹ, അപ്പോ ഖദഫ ഇവിടെ നഖ്ദിഫു എന്നാണ്. നഖ്ദിഫു നാം എറിയുന്നു, ബിൽ ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാല് സത്യം. അപ്പൊ ബിൽ ഹഖ് സത്യം കൊണ്ട്, അപ്പൊ സത്യം കൊണ്ട് നാം എറിയുന്നു, അലൽ ബാത്തിൽ, എന്തിന്റെ നേർക്കാണ്? ബാത്തിലിന്റെ. ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ ലിദ്ദാണ്, ഓപ്പോസിറ്റ് വേർഡാണ്. അസത്യം, അസത്യത്തിന്റെ മേൽ. ഫയദ്മഗുഹു, ദമഗ എന്ന് പറഞ്ഞാല് അവിടെ പിന്നെ തകർക്കുന്നു, തലച്ചോറ് പിന്നെ ഉടച്ചു കളയുന്നതിനാണ് യഥാർത്ഥത്തിൽ അറബിയിൽ ദമഗ യദ്മഗു എന്നൊക്കെ പറയും. ഇവിടെ ഫയദ്മഗുഹു, എന്നിട്ട് അതിനെ തകർക്കുന്നു. ഇപ്പൊ എന്തിനെ കൊണ്ടാണ് എറിഞ്ഞത്? ഹക്ക് കൊണ്ട് നാം എറിയുന്നു, അലൽ ബാത്തിൽ, അസത്യത്തിന്റെ നേർക്ക്. എന്നിട്ട് ആ അസത്യം എന്താകുന്നു? ഫയദ്മഗുഹു, അതിനെ, എന്നിട്ട് അതിനെ തകർക്കുന്നു. ഫഇദാ ഹുവ, അപ്പോഴതാ അത്, സാഹിഖുൻ, സാഹിഖ്, സാഹിഖുൻ എന്ന് പറഞ്ഞാല് നാമാവശേഷമാകുന്നു. സാഹിഖ് നശിക്കുക, നാമാവശേഷമാവുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സാഹിഖ്. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ കുറെ പദങ്ങൾ പഠിച്ചു. നഖ്ദിഫു നാം എറിയും, യദ്മഗു തകർക്കുന്നു, സാഹിഖ് നശിക്കുക, നാമാവശേഷമാവുക എന്നാണ്. അപ്പൊ ഫൈദാ ഹുവ സാഹിഖ്, എന്നിട്ട് അത് അതിനെ തകർത്തിട്ട് ഫൈദാ ഹുവ, അപ്പോഴതാ അത്, ഏതാണ് ആ ഹുവ? ബാത്തിലാണ്. ഈ ബാത്തിൽ എന്താ ഇവിടെ? നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ച അല്ലാഹുവിലേക്ക് ചാർത്തി പറഞ്ഞ ചില ബാത്തിലുകളുണ്ട്. അല്ലാഹു സന്താനത്തെ ഇണയെ സ്വീകരിച്ചു. ഈ ബാത്തിലിനെ എന്ത് ചെയ്യുന്നു? തകർത്ത് കളയാണ്. ഫൈദാ ഹുവ സാഹിഖ്, അതിനെ അപ്പോഴതാ നാമാവശേഷമാക്കി കളയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലക്കുമുൽ വൈൽ, വലക്കും നിങ്ങൾക്കുണ്ട്, അൽ വൈൽ, എന്താണ് വൈൽ? നാശം. വൈലിന് നമ്മൾ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുകളിൽ പല വ്യാഖ്യാനങ്ങൾ കാണാം. വൈൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലൊരു പ്രത്യേക വാതിലാണ്, സത്യനിഷേധികൾക്കുള്ള വാതിലാണ്. വൈൽ നാശം. മിമ്മാ തസിഫൂൻ, മിൻ മാ ആണ് മിമ്മാ എന്നായത്. മിമ്മാ തസിഫൂൻ, വസഫ യസിഫു എന്ന് പറഞ്ഞാല് പിന്നെ വിശേഷണം പറയാം. അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ, മിമ്മാ തസിഫു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ. അപ്പൊ നോക്കിയേ, എന്നാൽ നാം സത്യത്തെ എടുത്ത് അസത്യത്തിന്റെ നേർക്കെറിയുന്നു, അങ്ങനെ അസത്യത്തെ അത് തകർത്ത് കളയുന്നു, അതോടെ അസത്യം നാശമടയുകയാണ്. നിങ്ങൾ അല്ലാഹുവെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത് നിമിത്തം നിങ്ങൾക്കു നാശം. അതാണ് മിമ്മാ തസിഫൂൻ, നിങ്ങൾ അല്ലാഹുവിനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത് കാരണത്താൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവും അസത്യവും വിഭിന്നമാണ്, രണ്ടാണ്. ഇവിടെ നീതിയും അനീതിയും ഇരുട്ടും വെളിച്ചവും എന്ന പോലെയാണ്. ഇവിടെ സത്യം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. എന്നാല് ഒരുപക്ഷെ അസത്യത്തിന് എന്ത് ചെയ്യാം? കുറച്ചു കാലം അതിന് നിലനിൽപ്പുണ്ടാകും. പക്ഷെ ആ അസത്യത്തെ സത്യം എന്ത് ചെയ്യും? തകർത്തു കളഞ്ഞ് ആ സത്യം എന്ത് ചെയ്യും? പുലരും എന്നുള്ളതാണ്. ബാത്തിൽ അധിക കാലം നിലനിൽക്കൂല. അനീതി, അതേപോലെയുള്ള അക്രമം, ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നശിച്ചു പോകും. ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ കുറച്ച് ഒരു ഷോർട്ട് ടൈമാണ്, പിന്നീട് സത്യം പുലരും. അപ്പൊ ഇവരുടെ പൊള്ളവാദങ്ങൾ ശരിയല്ല. ഈ അസത്യങ്ങൾ, കാഫിറുകൾ പറയുന്ന, നിഷേധികൾ പറയുന്ന ഈ കാര്യങ്ങൾ എന്തല്ല, ഇതൊന്നും ശരിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ സത്യം മാത്രമേ വിജയിക്കൂ. അസത്യം എത്ര പുറമോടിയുള്ളതായി തോന്നിയാലും, അതാണ് സൂറത്തു ഇസ്രായിലെ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, നബിയെ പറയുക, ജാഅൽ ഹഖ്, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ, അതാണ് സാഹിഖ് എന്ന് പറഞ്ഞത്. അസത്യം അത് നാമാവശേഷമാവുക തന്നെ ചെയ്യും. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും ബാത്തിൽ അത് നാമാവശേഷമാവേണ്ടതു തന്നെയാണ്. ഇവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട്, ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അവിടെ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? വഖൗലുഹു ബൽ നഖ്ദിഫു ബിൽ ഹഖി അലൽ ബാത്തിൽ, എന്താണ്? സത്യത്തിന്റെ അസത്യത്തിന്റെ നേർക്ക്
സത്യം കൊണ്ട് നാം എറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഐ നുബയ്യിനുൽ ഹഖ് ഫയുദ്ഹിലുൽ ബാത്തിൽ. അത് നാം സത്യത്തെ എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുന്നു. അത് കാരണം ഫയുദ്ഹിലുൽ ബാത്തിൽ, അങ്ങനെ ബാത്തിൽ എന്ത് ചെയ്യുന്നു? ബാത്തിൽ തകർന്നു പോകുന്നു. അപ്പൊ അള്ളാഹു സത്യത്തെ വ്യക്തമാക്കുന്നതിലൂടെ അവിടെ ഇല്ലാതായി പോകുന്ന എന്താണ്? ഇവര് ആരോപിക്കുന്ന കൊണ്ടുവരുന്ന ബാത്തിലിന് എന്ത് ചെയ്യാണ്? ആ ഹക്ക് തകർത്ത് കളയാണ്. വലിഹാദാ ഖാൽ ഫയദ്മഹു ഫഇദാ ഹുവ സാഹിഖ് ഐ ദാഹിബുൻ മുൽമഹൽ. അതായത് അത് പൂർണ്ണമായും എന്ത് ചെയ്യുന്നു? അത് നശിച്ചു പോകുന്നു. വലക്കുമുൽ വൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശമായി? അയ്യുഹൽ ഖായിലൂൻ, ഇങ്ങനെ പറയുന്നവരെ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നവരെ, വലക്കുമുൽ വൈൽ, നിങ്ങൾക്കു നാശം. ആ വിളിക്കണത് ആരെയാണ്? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എന്തുണ്ട്? വൈൽ, നാശം. മിമ്മാ തസിഫൂൻ എന്ന് പറഞ്ഞത് നിങ്ങൾ അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഐ തഖൂലൂന വ തഫ്തറൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹിനെ പറ്റി നിങ്ങൾ കെട്ടിപ്പറയുന്ന, ആരോപിച്ചു പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് തസിഫൂൻ. ആ സന്താനുണ്ട്, അള്ളാഹുവിന് ഇങ്ങനെയാണ് ചേർത്ത് പറയുന്ന, അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത കാര്യങ്ങൾ. സുമ്മ അഖ്ബറ തആല അൻ ഉബൂദിയ അൽ മലായികത ലഹു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മലായികത്തുകൾ കേവലം അള്ളാഹിന്റെ അടിമകൾ മാത്രമാണെന്ന് അടുത്ത ആയത്തുകളിൽ അള്ളാഹ് പറയാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണത് മലായികത്തിനെ കൊണ്ടുവന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. പിന്നെ അള്ളാഹുവിന് സന്താനം ഉണ്ടെന്ന് പറഞ്ഞ ആളുകളിൽ ഒരു ടീമാണ് ആര്? മക്കത്തെ മുശ്രിക്കുകൾ. അവര് പറഞ്ഞത് അൽ മലായികത്തു ബനാത്തുള്ള എന്നാണ്, മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണെന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആയത്തുകളിൽ 19 മുതലുള്ള ആയത്തുകളിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ അള്ളാഹിന്റെ കേവല അടിമകൾ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അവർ ഫീ ത്വാഅതിഹി ലൈലം വനഹാറൻ, അള്ളാഹുവിന് രാവും പകലും അനുസരിക്കുന്ന ആളുകളായ ആ മലക്കുകളെ പറ്റി പറയാണ്. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ല അതിന് കൊടുത്ത വ്യാഖ്യാനം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അടുത്ത 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു വിശാലമായ വിഷയമാണ്. പിന്നെ 19ഉം 20ഉം മലക്കുകളുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൽ വരുന്നത്. നോക്കാം നമ്മള്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. വലഹു, വലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട്, അല്ലാഹുവിന് ഉണ്ട്, അള്ളാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്. എന്ത്? മംഫിസ് സമാവാത്തി, മംഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളവർ, ആകാശങ്ങളിലുള്ളത്. വൽ അർള് ഭൂമിയിലും. അപ്പൊ ആകാശ ഭൂമികളിലുള്ളതെല്ലാം വലഹു അവൻ്റേതാകുന്നു, അള്ളാഹുവിൻ്റെതാകുന്നു. വമൻ ഇൻദഹു, ആകാശഭൂമികളിൽ ഉള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വമൻ ഇൻദഹു. എന്താണ് ഇൻദന്റെ അർത്ഥം? അടുത്ത്. വമൻ ഇൻദഹു അവന്റെ അടുത്തുള്ളവരും. ലാ യസ്തക്ബിറൂന, ലാ യസ്തക്ബിറൂന ഒരു പുതിയ പദമാണ്. ഇസ്തക്ബറ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അഹന്ത കാണിച്ചു, അവർ അഹങ്കരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ലാ യസ്തക്ബിറൂന എന്നാണ്. അപ്പൊ എന്താ അർത്ഥം? അവർ അഹങ്കാരം നടിക്കുകയില്ല, അവർ അഹന്ത കാണിക്കുകയില്ല. അൻ ഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിനെ പറ്റി, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിനെ പറ്റി ലാ യസ്തക്ബിറൂൻ അവർ അഹങ്കരിക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ, യസ്തഹ്സിറൂൻ എന്ന് പറഞ്ഞാൽ അവർ ക്ഷീണിക്കുന്നു എന്നാണ്. ഇവിടെ എന്ത് വന്നു? ലാ വന്നു. അപ്പൊ എന്തായി? അവർ ക്ഷീണിക്കുകയില്ല, അവർ കുഴങ്ങുകയില്ല, അവർക്ക് മടുപ്പ് വരികയില്ല എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നോക്കി അതിന്റെ പൂർണ്ണമായത് അവന്റേതാകുന്നു. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, അവന്റേതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം. വമൻ ഇൻദഹു അവന്റെ അടുക്കലുള്ളവരും. ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി വലാ യസ്തഹ്സിറൂൻ അവനെ ആരാധിക്കുന്നതിനെ വിട്ട് അവർ അഹങ്കരിക്കുകയില്ല, അവർക്ക് ക്ഷീണം തോന്നുകയുമില്ല. ഇത് ഇവിടെ വമൻ ഇൻദഹു ആരാണ്? വമൻ ഇൻദഹു ആരാണ്? ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കണം. അവന്റെ അടുക്കലുള്ളവർ, അള്ളാന്റെ അടുക്കലുള്ളവർ ആരാണ്? അവിടെ എല്ലാ മുഫസ്സിറുകളും, ആധികാരികമായ എല്ലാ മുഫസ്സിറുകളും അവിടെ ഒരേപോലെ വ്യാഖ്യാനം കൊടുത്തത്
മലായിക്കത്താണ് അതിന്റെ ഉദ്ദേശം എന്നാണ്. വമൻ ഇൻദഹു എന്ന് പറഞ്ഞാല് മലായിക്കത്തിനെ പറ്റിയാണ്, അവന്റെ അടുക്കലുള്ളവർ എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ തൊട്ട് അവരെന്ത് ചെയ്യൂല, കിബർ കാണിക്കുന്നവരല്ല. രണ്ട് കാര്യമാണ് പറഞ്ഞത്. എന്താണ്? ലായസ്തക്ബിറു എന്നാണ് ഒന്ന് പറഞ്ഞത്, അവർ കിബർ കാണിക്കുന്നവരല്ല, അഹങ്കാരം കാണിക്കൂല. പിന്നെ പറഞ്ഞെന്താ? വല യസ്തഹ്സിറൂൻ, അവർക്ക് ക്ഷീണം ബാധിക്കുകയുമില്ല എന്ന് മലക്കുകളുടെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വസ്തുക്കളുടെയും വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞല്ലോ, എല്ലാ വസ്തുക്കളുടെയും അതായത് സൃഷ്ടികൾ എല്ലാം അതിന്റെ ഉടമസ്ഥത അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? അള്ളാഹുവിനുണ്ട്, അള്ളാന്റെതാണ് എന്ന് പറയൽ മാത്രമാണ്. ഇപ്പൊ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാന്റെതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുൽക്ക്, അതിന്റെ സൃഷ്ടിപ്പൊന്ന് അള്ളാഹുവാണ്. രണ്ട്, അതിന്റെ മുൽക്ക്, അതിന്റെ ഉടമസ്ഥത അള്ളാഹുവിനാണ്. അതിന്റെ തദ്ബീർ, അതിന്റെ നിയന്ത്രണം, അതിന്റെ കൈകാര്യകർത്തൃത്വം, അതിന്റെ അധികാരം, അതിന്റെ പിന്നെ ആ വസ്തുവിന്റെ ആ പിന്നെ മനുഷ്യരാണെങ്കിൽ അവരുടെ ജീവിതം, മരണം, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും യാതൊരു തരത്തിലുള്ള പങ്കുകാരും അതിലില്ല എന്ന് കൃത്യമാണ്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 4 കാര്യമാണ് ഇവിടെ പഠിക്കണത്. മലക്കുകളുടെ സവിശേഷതകളായിട്ട് 4 കാര്യമാണ് ഇവിടെ പഠിക്കണത്. അവർ അഹങ്കരിക്കുകയില്ല, ക്ഷീണിച്ചു കുഴങ്ങുകയില്ല. അതേപോലെ തന്നെ അടുത്ത ആയത്തുകളിലും 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിശാലമായ വിഷയമാണ് നമ്മുടെ അർക്കാനുൽ ഈമാൻ. ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? 6 കാര്യമാണ്. ആ 6 കാര്യം ഏതൊക്കെയാണ്? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അല്ലെ, മലക്കുകളിലെ വിശ്വാസമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല, അല്ലെ. നമ്മുടെ അഖീദ വിശ്വാസ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മലക്കുകളുടെ വിശ്വാസം, നമുക്കറിയാം മലക്കുകളുണ്ട്. അതിന്റെ അപ്പുറത്തെ ആരാണ് മലക്കുകൾ? അപ്പൊ അതൊരു വളരെ ഡീപ്പായി ഗഹനമായ ഒരു വിഷയമാണത്. വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതൊരു ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ തീരുന്നതല്ല. അപ്പൊ നമുക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ട്. മലായിക്കത്തുകൾ ആരാണ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഒരു വിഭാഗം ആളുകളാണ്. ഇപ്പൊ ജിന്നുവർഗം, ഇൻസുവർഗം, ഹയവാനാത്ത്, അതേപോലെയുള്ള ഈ വ്യത്യസ്ത സൃഷ്ടി ചരാചരങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ. മലക്കിന്റെ ആണെന്ത്? ബഹുവചനാണ് മലായിക്കത്ത്, മലക്കുകൾ. അപ്പോ അവര് പണ്ഡിതന്മാര് പറയുന്നത് നല്ല ശക്തിയുള്ളവരാണ് അവർ എന്നാണ് മലക്കിന് ഒരു ഇത് കൊടുത്തത്. രണ്ടാമത്തത് സന്ദേശവാഹകരാണ് മലക്കുകൾ എന്നാണ്. അപ്പോ മലക്കുകൾ എന്ന ഒരു വിഭാഗം ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു ജീവിത രീതി ഉണ്ട് എന്ന വിശ്വാസം. അവിടെ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടിയാണെന്ത്? മലക്കുകൾ. അള്ളാഹിന്റെ വ്യത്യസ്ത സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ഇവിടെ അംറു ബിനു ദീനാർ അദ്ദേഹം പറയാണ്, സലഫുകളിൽപ്പെട്ട അദ്ദേഹം പറയാണ്, ഞാൻ സഹാബികളെ 70 വർഷത്തുള്ള സഹാബികളെയും അവരെ തുടർന്നു വന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പിന്നെ അവരെല്ലാം പറഞ്ഞു അല്ലാഹുൽ ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, വമാ സിവാഹു മഖ്ലൂഖ്, അള്ളാഹുവിന് പുറമെയുള്ളതെല്ലാം സൃഷ്ടികളാണ്. അള്ളാഹുവിന് പുറമേ ഉള്ളതെല്ലാം സൃഷ്ടികളാണ്. നമ്മൾ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? അൽ ആലമു കുല്ലു മാ സിവല്ലാ, അള്ളാഹു അല്ലാത്തതെല്ലാം, അൽ ആലം, അള്ളാഹു അല്ലാത്തതെല്ലാം എന്താണ്? അവിടെ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു അല്ലാത്ത എല്ലാം അതിൽ ഉൾപ്പെടുന്നു പറഞ്ഞു. അതിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹിന്റെ സൃഷ്ടികൾപ്പെട്ടതാണ് മലക്കുകൾ. അവിടെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അതിന്റെ കുറെ ഡീറ്റെയിൽ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. സൃഷ്ടികൾ പിന്നെ ഈ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, പ്രകാശത്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. വ ഖുലിഖൽ ജാന്ന്, ജിന്ന് വർഗം സൃഷ്ടിക്കപ്പെട്ടതോ മിൻ മാരിജിൻ മിൻ നാർ, തീജ്വാലയിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ആദം സൃഷ്ടിക്കപ്പെട്ടത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ല, താബിഈ പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത് അൽ മലായികത്തു ലൈസു ദുകൂറൻ വലാ ഇനാസൻ, മലക്കുകൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ എന്തില്ല, മലക്കുകൾ ഇല്ല. വലാ യഅ്കുലൂന വലാ യശ്റബൂൻ, അവര് എന്ത് ചെയ്യുന്നില്ല, തിന്നുന്നില്ല, കുടിക്കുന്നില്ല. വലാ യതനാകഹൂൻ, അവർ വിവാഹം ചെയ്യുന്നില്ല. വലാ യതവാലദൂൻ,
അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം, അതിൽ ഒന്ന് തഫ്സീർ തൊബരിയിൽ കൊടുത്ത വ്യാഖ്യാനം, വലഹു മംഫിസ് സമാവാതി വൽ അർദി വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി വലാ യസ്തഹ്സിറൂൻ എന്നതിന് കൊടുത്ത തഫ്സീർ തൊബരിയിൽ കൊടുത്ത അർത്ഥം, യഖൂലു തആല ദക്കറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകൈഫ യജൂസു അൻ യത്തഖിദല്ലാഹു ലഹുവൻ. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അവർ പറഞ്ഞു വെച്ച ഒരു ആരോപണമാണെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എങ്ങനെയാണ് അള്ളാഹുവിന് വിനോദം അനുവദനീയമാവുക, അത് ജായിസായി അനുവദനീയമായി അള്ളാഹുവിന് എങ്ങനെയാണ് സ്വീകരിക്കാനാവുക. വലഹു മുൽക്കു ജമീഉ മൻഫിസ് സമാവാതി വൽ അർദ്, മൊത്തം ആധിപത്യം ആകാശഭൂമികളിൽ ഉള്ളതിന്റെ മൊത്തം ആധിപത്യം ആരുടേതാണ്? അള്ളാഹുവിനുള്ളതാണ്. വലഹു മുൽക്കു ജമീഉ മൻഫിസ് സമാവാതി വൽ അർദ് വല്ലദീന ഇൻദഹു മിൻ ഖൽഖിഹി ലാ യസ്തൻകിഫൂന അൻ ഇബാദത്തിഹിം ഇയ്യാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ആളുകൾ, സൃഷ്ടികൾ, ആ മലക്കുകൾക്ക് ഇബാദത്തിൽ അവരെന്തല്ല, മടുപ്പ് വരുന്ന ആളുകളല്ല. അതാണ് ലാ യസ്തൻകിഫൂന അൻ ഇബാദത്തിഹിം ഇയ്യാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനയിൽ അവർക്കൊരു ഇബാദത്തിൽ മടുപ്പ് അവർക്ക് വരുന്നില്ല. വലാ യഅയൗന മിൻ തൂലി ഖിദ്മത്തിഹിം ലഹു. അതേപോലെ തന്നെ അവര് അള്ളാഹുവിനുള്ള ഖിദ്മത്തുകളിൽ അവരെന്ത് ചെയ്യുന്നില്ല, പുറകോട്ട് പോകുന്നവരല്ല അവർ. വഖദ് അലിംതും, നിങ്ങൾ അറിയുക, അന്നഹു ലാ യസ്തഅബദു വാലിദുൻ വലദഹു വലാ സ്വാഹിബ. അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, ഒരു ഇണയെ, ഒരു സന്താനത്തെ എന്നും അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നില്ല, സ്വീകരിച്ചവനല്ല. പിതാവ്, മകൻ, ഇണ, ഇതൊന്നും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല, അള്ളാഹു സ്വീകരിക്കുന്നതല്ല. വകുല്ലു മൻഫിസ് സമാവാതി വൽ അർള് അബീദഹു, ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ അടിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അവന്റെ അടിമകളാണ്. ഫഅന്നാ യകൂനു ലഹു സ്വാഹിബഹു വലദുൻ, പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനൊരു ഇണയുണ്ട് എന്ന് പറയുക? എല്ലാം അവന്റെ അടിമകളാണ്, അവന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? യഖൂലു അവ്വലൻ, ഒന്നാമതായി, തതഫക്കറൂന ഫീമാ തഫ്തറൂന മിനൽ കദിബി അലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഗൗരവം ആലോചിക്കുന്നില്ലേ? അള്ളാന്റെ പേരിൽ ഇതൊക്കെ ചാർത്തുന്നതിന്റെ ഗൗരവം. അപ്പൊ ഇത് ഖാല അഹ്ലു തഅ്വീൽ, മുഫസ്സിറുകളെല്ലാം പറഞ്ഞ ഒരു വ്യാഖ്യാനം ഇതാണ് ഈ ഒരു ആയത്തിന്. അതായത് പിന്നെ ഈ 19ാമത്തെ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം ഇതാണ്. അപ്പൊ മലക്കുകളുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിന്റെ അടുത്ത ആയത്തിലും മലക്കുകളെ പറ്റിയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ 2 ആയത്തിൽ നമ്മൾ പരിമിതപ്പെടുത്തിയത്. അടുത്ത ആയത്തിൽ മലക്കുകൾ മറ്റൊരു കാര്യമാണ് പറയുന്നത്. അവരെന്താണ്? യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. യുസബ്ബിഹൂന എന്ന് പറഞ്ഞാല് അവർ തസ്ബീഹ് ചെയ്യുന്നു, അവർ പരിശുദ്ധപ്പെടുത്തുന്നു, അവർ പ്രകീർത്തിക്കുന്നു. അല്ലൈല, ലൈല് രാത്രിയിൽ, വന്നഹാറ പകലും. അപ്പൊ രാത്രിയും പകലും അവർ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലാ യഫ്തുറൂൻ, അവിടെ ഒരു പുതിയ പദം, യഫ്തുറൂൻ എന്ന് പറഞ്ഞാൽ അവർ തളരുന്നു, കുഴങ്ങുന്നു, ക്ഷീണിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ലാ വന്നു. അപ്പൊ അവർ തളരുകയില്ല, അവർ ക്ഷീണിക്കുകയില്ല, അവർ കുഴങ്ങുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കിയേ, അവർ രാവും പകലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവർ തളരുകയില്ല. അപ്പൊ ഇവിടെ മലക്കുകളുടെ സവിശേഷതകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിന്നെ ഈ 2 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ 4 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. ഈ 2 ആയത്തുകളിലൂടെ മലക്കിന്റെ സവിശേഷതകളായിട്ട് 4 കാര്യം ഏതൊക്കെയാണ്? 1, അഹങ്കരിക്കുകയില്ല, ലാ യസ്തക്ബിറൂൻ. 2, അവരെ ക്ഷീണിച്ചു കുഴങ്ങുകയില്ല, അവിടെ വലാ യസ്തഹ്സിറൂൻ എന്ന് നമ്മൾ പറഞ്ഞു, ക്ഷീണിക്കുകയില്ല. 3ാമത്തത്, രാവും പകലും സ്തോത്ര കീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാഹ്ക്ക്. 4ാമത്തത്, അവർ തളരുന്നില്ല. ഇതൊക്കെ മലക്കുകളുടെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തഫ്സീറിൽ മുഫസ്സിറുകൾ എടുത്തു കൊടുക്കുന്ന ആയത്ത് മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂറത്തു തഹ്രീമിലെ 6ാമത്തെ ആയത്ത്, എന്താണ് 6ാമത്തെ ആയത്ത്? മലക്കുകളുടെ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നരകത്തെ പറ്റി പറയുന്നിടത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞെടുത്ത് നരകത്തിന്റെ കാവൽക്കാരെ പറ്റി പറയുന്നുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്,
അവർ കഠിന ഹൃദയരും പരുഷ സ്വഭാവികളുമായ മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് ലാ യഅസൂനല്ലാഹ മാ അമറഹും. മലക്കുകളെ പറ്റിയാണ് പറഞ്ഞത്. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കപ്പെട്ടത് എന്തോ അവർ അതങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് മലക്കുകൾ. മലക്കുകളെ പ്രത്യേകതയാണ്, എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അത് അവർ ചെയ്യും. അള്ളാഹുവിനോട് ഒരു അനുസരണക്കേടും കാണിക്കാത്തവരാണ് ആര്? മലായിക്കത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം മലക്കുകൾ, നമുക്ക് പേര് പഠിപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അതിലെ ചില മലക്കുകളുടെ പേരുകൾ നമ്മൾ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹിനെ ധിക്കരിക്കാതെ ജീവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് മലക്കുകൾ. അപ്പൊ ചില മലക്കുകളുടെ പേര് പ്രധാനപ്പെട്ട ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മലക്കുകളിൽ ഏറ്റവും പ്രധാനിയാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ പ്രധാനിയാണ്. അതേപോലെ മലക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഓരോ മലക്കിനും അവരുടെ പേരുകളും അവരുടെ ഡ്യൂട്ടികളൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാം. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഡ്യൂട്ടി എന്താണ്? അതുകൊണ്ട് നേരത്തെ നമ്മൾ ദൂ അർ റിസാല, സന്ദേശവാഹകർ എന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് വഹി എത്തിക്കുന്ന മലക്കാണ് ആര്? പ്രവാചകന്മാർക്ക് വഹി എത്തിക്കുന്ന മലക്കാണ് ജിബ്രീൽ. അതേപോലെ മീകായിൽ, മഴ, ഇടി, മിന്നൽ, കാറ്റ് എന്നിവ നിയന്ത്രിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളാണ് മീകായിൽ. അതേപോലെ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് റൂഹ്, മരണത്തിന്റെ ചുമതലയുള്ള മലക്കാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സാധാരണ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പിന്നെന്താ അസ്രായിൽ എന്നൊരു പേര്. എന്നാൽ നമുക്കങ്ങനെ പാട്ടിലും ബൈത്തിലൊക്കെ കാണാന്നല്ലാതെ അങ്ങനെ ഒരു പേര് ഖുർആനിലും ഹദീസിലും എവിടെയെങ്കിലും നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അങ്ങനെ ഒരു പേരെ എവിടെയും പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ മലക്കുൽ മൗത്ത് എന്നാണ് പ്രയോഗിച്ചത്. മരണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കിന് മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ മലക്കുൽ മൗത്ത് എന്നാണ് ആ മലക്കിന്റെ പേരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റഖീബ് അതീദ്, എന്താണ് ഡ്യൂട്ടി? നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാം എഴുതി രേഖപ്പെടുത്തുന്ന മലക്കുകളാണ്. ഇസ്രാഫീൽ എന്ന മലക്ക് അല്ലെ, നമ്മൾ ഹിസാബ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതുന്ന, കാഹളത്തിൽ ഊതുന്ന മലക്കാണ്. അതിന്റെ ഡ്യൂട്ടി അതാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇസ്രാഫീൽ ഇപ്പോഴും എന്താണ് അതിന്റെ അവസ്ഥ? അതങ്ങനെ ബൂക്ക്, ആ കാഹളം ഇങ്ങനെ ചുണ്ടിലേക്ക് അടുപ്പിച്ച് ഇങ്ങനെ തല താഴ്ത്തി അള്ളാന്റെ ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ്. അള്ളാന്റെ ഓർഡർ വരാൻ കാത്തുക്കാണ്. ഓർഡർ വന്ന് അപ്പോൾ ഊതും. അപ്പൊ മലക്കിന്റെ ഒരു രീതി നമുക്ക് മനസ്സിലായി. അള്ളാഹ് ഏൽപ്പിച്ച എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 കൊല്ലം മുമ്പ് സഹാബികളോട് പറയാണ്, നിങ്ങൾക്ക് എങ്ങനെ മതിമറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുന്നു? ബൂക്കിലൂതുന്ന, സൂറിലൂതുന്ന മലക്ക് ഇസ്രാഫീൽ അതിന്റെ നെറ്റിത്തടം താഴ്ത്തി ചെവി സാഗൂതം ശ്രദ്ധിച്ച് അള്ളാന്റെ ഓർഡർ കാത്തു നിൽക്കുകയാണ് ഊതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഊതാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്? അപ്പൊ ലോകാവസാനത്തിന്റെ ആ അടയാളം അടുത്തന്നെ ഉണ്ടെന്ന് റസൂൽ. അപ്പൊ ഇസ്രാഫീൽ എന്ന മലക്കാണ് ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടത്. പിന്നെ റിദ്വാൻ, മാലിക്, അത് രണ്ടും ചേർത്ത് പഠിച്ചാൽ നമുക്ക് അടപ്പടി. റിദ്വാൻ എന്ന് പറഞ്ഞാല് സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്ക്, മാലിക് നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക്. ഇപ്പൊ നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളിൽ ഒരു സംഘം മലക്കുകളുണ്ട്. അപ്പൊ സൂറത്ത് മുദ്ദസ്സിറിൽ പറയേണ്ട അലൈഹ 19, അവർ 19 പേരാണ്. അവരെയാണ് ഖസനത്തു ജഹന്നം, നരകത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞ. സബാനിയ എന്ന് പറഞ്ഞതൊക്കെ ഈ നരകത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ 19 പേരുടെ ലീഡറാണ് ആര്? മാലിക്. മാലിക്കിന് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടതിൽ പിന്നെ മാലിക് എന്ത് ചെയ്തിട്ടില്ല? ചിരിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ പ്രകൃതമല്ല സെറ്റ് ചെയ്തത് അങ്ങനെയാണ്. ഈ ആൾക്കാരോടാണ് നരകക്കാർ വെള്ളം ചോദിക്കുന്നത്, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ഇളവ് ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും കാരുണ്യം ഉണ്ടാകും? നരകത്തിലൊരു നരകക്കാരൻ ഇങ്ങനെ കത്തി അതിന്റെ ശിക്ഷകൾ, യാതനകൾ അനുഭവിക്കുമ്പോൾ എന്നാ ഒരു ദിവസത്തേക്ക് ഒരു അളവ് അള്ളാഹിനോട് റെക്കമെൻഡ് പറയൂ? ഇല്ല, നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടവരാണെന്ന് പറയും. അവരുടെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ്. അവരുടെ പ്രകൃതം ആ ഒരു പ്രകൃതത്തിലാണ് അള്ളാഹു അവർ സംവിധാനിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞ മലക്കുകൾ ജിബ്രീല്, മീകായില്, മലക്കുൽ മൗത്ത്, റഖീബ്, അതീദ്, ഇസ്രാഫീല്, റിദ്വാൻ, അതേപോലെ മാലിക്. 8 മലക്കുകൾ, അവരുടെ ഡ്യൂട്ടികൾ നമ്മളതിൽ പറഞ്ഞു. അതേപോലെ തന്നെ മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ ഹദീസുകളിലുണ്ട്. ഇപ്പൊ ഈ സന്ദർഭം മലക്കുകൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ്. ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ദീന് പഠിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരെ കാണുന്നില്ല,
ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന എന്താ? പ്രാർത്ഥന പോലും ഹദീസിലുണ്ട്. എന്താ പ്രാർത്ഥിക്കുക? ഈ സന്ദർഭത്തിൽ നമ്മുടെ നിയ്യത്തിനനുസരിച്ച് നമുക്കൊക്കെ ഈ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ആ പ്രാർത്ഥന എന്താ? അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേന്ന്. നമ്മളറിയാതെ നമ്മളെ പാപം പുറത്തു പോവുകയാണ്. നമ്മളെന്തോ ചെയ്യുന്നുണ്ടില്ല, നമ്മൾ ഖുർആൻ പഠിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ പാപങ്ങൾ അതിലൂടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്? അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ആ മലക്കിന്റെ പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, വർഹംഹു, അല്ലാഹു ഇയാൾക്ക് റഹ്മത്ത് ചൊരിയണമേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം പല സന്ദർഭങ്ങളും നമുക്ക് ഹദീസുകളിൽ എന്ത് ചെയ്യാം? നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ പറയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും നല്ല സൃഷ്ടികളാണെന്ത്? മലക്കുകൾ എന്നുള്ളത്. അപ്പൊ ഇത് ഒക്കെ അല്ല പറഞ്ഞു വരുന്നത് എന്താ? ഇവർ പറഞ്ഞ രൂപത്തിൽ എന്തല്ല, മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ രൂപത്തിൽ അള്ളാന്റെ പെൺമക്കളല്ല ആര്? മലക്കുകൾ. മലക്കുകൾ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സൃഷ്ടികളാണ്. ഏത് സമയവും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇബാദത്തിൽ മടുപ്പോ കുഴച്ചിലോ വരുന്നില്ല. അവര് അത്രയും പെർഫെക്റ്റ് സൃഷ്ടികളാണ് അവർ. അപ്പൊ രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ട്. എന്താണ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ തസ്ബീഹ് നമ്മളിപ്പോ പറയാ പരിശുദ്ധപ്പെടുത്തുക, അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുന്നില്ലേ? അള്ളാഹു എത്ര പരിശുദ്ധനാണ്. എന്താ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്ന് അള്ളാഹിനെ മുക്തനാക്കുക, വിദൂരത്താക്കുക എന്നാണ്. അതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം ഇബ്ആദുൽ ഖുലൂബി അൻ തളുന്ന ബിഹി നഖ്സൻ. അള്ളാഹിനെ തൊട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ഒരു കുറവ് ധരിക്കുന്നതിൽ നിന്ന് വിദൂരത്താവുക എന്നാണ്. അള്ളാഹിനെ കുറിച്ച് ഒരു ന്യൂനത, കുറവ്, അതിൽ നിന്നൊക്കെ വിദൂരത്താവുക. എല്ലാവിധ കുറവും ന്യൂനതകളും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു. അതാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പരിശുദ്ധൻ. അള്ളാഹിനെ പല ആളുകൾ ഇവിടെ ഇകഴ്ത്തുന്നുണ്ട്. എന്താ ഇകഴ്ത്തൽ? അള്ളാഹുവിനെ പോലെ ഒരു പടച്ചോനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ ഇകഴ്ത്തുന്ന ഏറ്റവും അതിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന ആശയാണ്. ഉടയോനും പടച്ചോനും അല്ലല്ലാത്ത അള്ളാഹിന്റെ ഒരു പടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഇകഴ്ത്തലാണ്. അള്ളാഹുവിന് ശരീക്കുമാരുണ്ട്, പങ്കാളികളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഇകഴ്ത്തലാണ്. അള്ളാഹുവിന് വലതുണ്ട് എന്ന് പറഞ്ഞാലോ അള്ളാഹിനെ ഇകഴ്ത്തലാണ്. അള്ളാഹുവിന് മക്കളുണ്ട്, ഇണയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഇകഴ്ത്തലാണ്. അപ്പൊ ഇവിടെ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് രണ്ട് ടൈപ്പ് ഉണ്ട്. ചുരുക്കി പറയാണ്, തസ്ബീഹ് രണ്ട് രൂപമുണ്ട്. ഒന്ന് ഹാലിലും മക്കാലിലും തസ്ബീഹ് ഉണ്ട് എന്നാണ്. നമ്മുടെ നാവിനാൽ തസ്ബീഹ് ഉണ്ട്, അവസ്ഥ കൊണ്ടും തസ്ബീഹ് ഉണ്ട്. ആദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ മക്കാലിലുള്ള തസ്ബീഹ്, നമ്മുടെ നാവ് കൊണ്ട് സംസാരത്തിലുള്ള തസ്ബീഹ് എന്താ? തസ്ബീഹിന്റെ കലിമത്തുകൾ പറയലാണ്. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅല, അങ്ങനത്തെ കുറേ കലിമത്തുണ്ടല്ലോ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് തുടങ്ങുന്ന കുറേ പിന്നെ അള്ളാഹുവിന്റെ തസ്ബീഹുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട ധാരാളം കലിമത്തുകൾ. അതാണ് മക്കാലിലുള്ള തസ്ബീഹ്, നമ്മുടെ വാക്കിനാലുള്ള തസ്ബീഹ്. എങ്ങനെ ഹാലിലുള്ള തസ്ബീഹ് എന്താ? ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മുടെ അവസ്ഥ കൊണ്ടൊരു തസ്ബീഹ് ഉണ്ട്. എന്താ? നമ്മളൊക്കെ ആ തസ്ബീഹ് ചെയ്യുന്നവരാണ്. എന്താ? ഇപ്പൊ നസ്വാറാക്കൾ അള്ളാഹുവിന് ഈസബിനു മറിയം അള്ളാഹുവിന്റെ ഇബ്നുല്ല എന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിക്കണതോ അള്ളാഹുവിന് മകനില്ല, ലം യലിദ് വലം യൂലദ്. അതെന്താണ്? ആ വിശ്വാസം തസ്ബീഹാണ്. ഏതിലുള്ള തസ്ബീഹാണ്? ഹാല് കൊണ്ട്, അവസ്ഥ കൊണ്ട്. അള്ളാഹുവിന് സന്താനമില്ല, അള്ളാഹുവിന് ശരീക്കുമാരില്ല, അള്ളാഹുവിന് ഒരു നിലക്കുള്ള ന്യൂനതകളും കുറവുകളും ഇല്ല. അള്ളാഹു സുബ്ഹാനല്ലാഹ്, അവൻ പരിശുദ്ധനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ രണ്ട് നിലക്കുള്ള തസ്ബീഹ്, നമ്മുടെ നാവിലൂടെ വരുന്ന സുബ്ഹാനല്ലാഹ് തസ്ബീഹിന്റെ കലിമത്തുകളാണ് മക്കാലിലുള്ള തസ്ബീഹ്. എന്നാൽ ഈ പറയപ്പെടുന്ന നമ്മുടെ മനുഷ്യന്മാർ പറയുന്ന ധാരാളം ന്യൂനതകൾ, അതൊന്നും അവന് യോജിച്ചതല്ല എന്ന് നമ്മൾ വിശ്വസിക്കൽ ഹാലിലുള്ള തസ്ബീഹാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅലയിൽ തുടക്കത്തിൽ പറഞ്ഞില്ല, എന്താ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ നീ തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രൂപത്തിലും തസ്ബീഹ് എന്നാണ് അവിടെ മുഫസ്സിറുകൾ കൊടുക്കുന്നത്. ഹാല് കൊണ്ടും മക്കാല് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ. അപ്പൊ നിന്ദിക്കൽ, ഇകഴ്ത്തലാണ് യഥാർത്ഥത്തിൽ പല ആളുകളും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. അള്ളാഹുവിനെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ ഇസ്മുകൾ ഒക്കെ അവർ വകവെച്ചു കൊടുക്കുന്നു. ഇവിടെ യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, അവിടെ തഫ്സീർ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്ത അർത്ഥം ഫീഹിം ദാഇബൂന ഫിൽ അമലി ലൈലൻ വനഹാറൻ,
അവർ മുഴുസമയവും രാവും പകലും അവർ അമലുകളിൽ മുഴുകിയിരിക്കുകയാണ്. അവർ മുഴുവൻ സമയം അവർ അതിൽ ചെലവഴിക്കുക. മുത്തിഊന ഖസ്തൻ വ അമലൻ ഖാദിറൂന അലൈഹി, നിരന്തരം അവരെന്ത് ചെയ്യാണ്, പ്രവർത്തിക്കാൻ സാധിക്കുന്നവരുമാണ് ആര്? ഈ മലക്കുകൾ എന്ന് പറഞ്ഞ കമാ ഖാല തആല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഓതിയ സൂറത്തു തഹരീമിൽ ആയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം തഫ്സീറിൽ എടുത്തു കൊടുക്കുകയാണ് ഈ ആയത്ത്. എന്നിട്ട് അൻ ഹക്കീം ഇബ്നു ഹിസാം ഖാൽ, പിന്നെ ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈന സ്വഹാബി, ഒരു ഹദീസ് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. ഇദാ ഖാല ലഹും, അവർക്ക് വേണ്ടി അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഹൽ തസ്മഊന മാ അസ്മഅ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് സഹാബികളോട് ചോദിച്ചു. ഖാലു, അപ്പൊ അവർ പറഞ്ഞു മാ നസ്മഉ മിൻ ശൈ, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. റസൂൽ സഹാബത്തിനോട് ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ സഹാബികളെല്ലാം പറഞ്ഞു ഞങ്ങൾ ആരും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി ല അസ്മഉ അത്വീതസ് സമാ, അതായത് ഞാൻ ഇവിടെ പറഞ്ഞത് ഒട്ടകങ്ങളുടെ ഒരു ശബ്ദമാണ്. അപ്പൊ ആകാശ ലോകത്തു നിന്നൊരു പ്രത്യേകമായ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. വമാ തലാമുൻ അൻ തഇത, അത് കാരണം ആകാശം പ്രകമ്പനം കൊള്ളുന്നു. വമാ ഫീഹാ മൗലിഉ ശിബ്ർ ഇല്ലാ വഅലൈഹി മലക്കുൻ സാജിദ് ഔ ഖായിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അവിടെ എന്ത് ചെയ്യുന്നു, പിന്നെ ആകാശ ലോകത്ത് അവിടെ ഒരു മൗലിയും ഒരു സ്ഥലവും ഇല്ല, ഒരു ചാൺ സ്ഥലം പോലും അവിടെ ഇല്ല. ഇല്ല വഅലൈഹി മലക്കുൻ സാജിദ് ഔ ഖായിം, ഒരു മലക്ക് നിന്ന് നമസ്കരിക്കുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്തിട്ടല്ലാതെ. അപ്പൊ ആകാശ ലോകത്ത് അത്രയും മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സുജൂദിലാണ്, ഖിയാമിലാണ് അവർ ചെയ്യുന്നത്. തഫ്സീർ ഇബ്നു കസീർ ഈ ഒരു ഹദീസ് എന്ത് ചെയ്യാണ്, എടുത്തു കൊടുക്കണം. അത്രയും മലക്കുകൾ ആകാശ ലോകത്ത് രാപ്പകലില്ലാതെ അവരെന്ത് ചെയ്യാണ്, അള്ളാഹുവിന് നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല സൃഷ്ടികളാണ് ആര്? മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അതാണ് തഫ്സീർ ഇബ്നു കസീർ അദ്ദേഹം ഈ ആയത്തിനെ യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ എന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പിന്നെ അവിടെയുള്ള പ്രകമ്പനം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മലക്കുകളുടെ സുജൂദും പിന്നെ ഖിയാമുകളൊക്കെ അവിടെ നടക്കുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ മൂന്നായത്താണ് നമ്മൾ പുതിയതായിട്ട് എടുത്തത്. അവിടെ ഈ രണ്ടായത്തുകൾ മലക്കുകളുമായി ബന്ധപ്പെട്ട രണ്ടായത്തുകളാണ് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി ഓതി നോക്കിയിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇവിടെ പിന്നെ 18ാമത്തെ ആയത്ത് മുതൽ നോക്കാം. أعوذ بالله من الشيطان الرجيم بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون. ഇവിടെ നമ്മൾ ഖുർആൻ പാരായണത്തിൽ നമുക്ക് എവിടെ നിന്നാണോ നമ്മൾ പുതിയ ഭാഗം ഓതാണെങ്കിൽ അവിടെ ഇസ്തിആദത്ത് എന്നുള്ളതാണ് സുന്നത്ത് പ്രത്യേകമായിട്ട്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിആദത്ത് ചോദിക്കുക, ശരണം ചോദിക്കുക. അപ്പോൾ പ്രത്യേകം സുന്നത്താക്കപ്പെട്ടത് ഇസ്തിആദത്ത് ഓതലാണ്. ബിസ്മി അവിടെ എന്തല്ല ഒരു സുന്നത്തായി ഇല്ല. ബിസ്മി എന്നത് ഒരു സൂറത്തിന്റെ തുടക്കത്തിലാണ് പ്രത്യേകം സുന്നത്താക്കപ്പെട്ടത്. എന്നാൽ പകുതി വെച്ച് ഒരാൾ ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓതാം, അതിന് വിരോധമില്ല. എന്നാൽ ഇസ്തിആദത്തെ പ്രത്യേകമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടുള്ളൂ. ഓതിയതുകൊണ്ട് എന്തില്ല, ഒരാൾ ഔദു ബിസ്മി ഓതി ഒരു പിന്നെ സൂറത്തിന്റെ തുടക്കത്തിലല്ല അതിന്റെ ഇടയിൽ നിന്ന് ഓതിയതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ അവിടെ എന്തു മതി, സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത് ഇസ്തിആദത്ത് ചൊല്ലാനാണ്. അപ്പൊ ഇസ്തിആദത്ത് മതിയാവുന്നതാണ് അവിടെ. അപ്പൊ നമ്മൾ തുടക്കം മുതലാണ് ഓതണമെങ്കിലോ അവിടെ ഔദു വേണം, ബിസ്മി ചൊല്ലണം, എന്നിട്ടാണ് സൂറത്ത് കടക്കേണ്ടത്. എന്നാൽ ഇപ്പൊ സൂറത്ത് എടുത്തു നമ്മൾ അതിന്റെ ഒരു പകുതിയും എന്നങ്ങോട്ട് ഓതാണെങ്കിൽ അവിടെ ഇസ്തിആദത്ത് ചൊല്ലി നേരെ എന്ത് ചെയ്യാം, നമുക്ക് ആയത്തിലേക്ക് എന്ത് ചെയ്യാം, പാരായണം കടക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ മലക്കുകൾ അത് ചില ദർസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ ആകും.
പിന്നെ അതൊക്കെ നോക്കി നമ്മൾ കൂടുതൽ റെഫറൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഈ 2 ആയത്ത് മാത്രമാണ് എടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു ഡീപ്പായിട്ടുള്ളൊരു പഠനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതായത് അഖീദയുടെ അർക്കാനുൽ ഈമാൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അള്ളാഹുവിലെ വിശ്വാസം നമ്മൾ അങ്ങനെ ചൊല്ലിപ്പടിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വിവിധ തലങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയും അതിൻ്റെ ഷുറൂത്തുകളും അതിൻ്റെ അർക്കാനുകളും അതൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം, അതിനൊരു നല്ല ഡയറക്റ്റ് ആക്കി നമ്മൾ ആഴ്ചക്ക് ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് നമുക്ക് ഖുർആൻ ക്ലാസ് കിട്ടണത്. അപ്പോൾ ഒരു തുടർച്ചയായ പഠനം നമ്മളിൽ ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ നമ്മുടെ ഈ ആശയ പ്രചരണ രംഗത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ സ്പർശിക്കുന്ന, യുവാക്കളെ പിന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള. അപ്പോൾ നമ്മുടെ പ്രൊഫ്കോൺ വരാൻ പോവുകയാണ്. പ്രൊഫഷണൽ രംഗത്ത് പഠിക്കണ സ്റ്റുഡൻസിനെയാണ് നമ്മളതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് അവരെ ചെന്ന് കണ്ട്, നമ്മൾ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അതിലെ ട്രെയിനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ട് പോകുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പരിസരത്തുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസ് അവർക്ക് ലീവുള്ള ദിവസമാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മളിടക്കൊക്കെ നമ്മൾ ചില ഡോക്ടേഴ്സായിട്ടുള്ള ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയാ ഞങ്ങൾ മാറിയത് ഏതെങ്കിലും ഒരു പ്രോഫ്കോണാണ് അവർ പറയാം. ഞങ്ങൾ തൃശ്ശൂർ പ്രോഫ്കോൺ ഉണ്ടായിരുന്നു മുമ്പ്, അവിടെ നിന്നാണ് ഞാൻ മാറിയത്. ഞങ്ങൾ തിരുവനന്തപുരം പ്രോഫ്കോൺ എന്നാണ് മാറിയത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഏതോ ഒരു പ്രോഫ്കോൺ ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് നമ്മൾ പ്രൊഫൈസ് എന്ന് പറയുന്നത്. പ്രൊഫ്കോൺ സ്റ്റുഡൻസിനാണ്. പ്രൊഫൈസ് ജോബ് ചെയ്യണ വർക്ക് ചെയ്യണ ആളുകൾക്കുള്ളതാണ്. അതിലും നമുക്ക് നിലവിൽ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണ് നമ്മളൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഒരു വിസ്റ്റം ഗൈഡ് വഴി നമ്മളതിൻ്റെ ഒരു സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയുന്ന കോണ്ടാക്റ്റുകൾ, നമ്മുടെ കെയർ ഓഫിലുള്ള മുഴുവൻ കോണ്ടാക്റ്റുകളെയും നമ്മൾ ഇപ്പം കാണുന്നില്ല. നമ്മൾ ഇപ്പം ചെയ്യേണ്ട ഒരു അടിത്തറ ഉണ്ടാക്കി വെക്കുകയാണ് നമ്മൾ ആരൊക്കെ നമ്മളെ പ്രൊഫഷണലുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് എന്ത് ചെയ്യണം, ഗൈഡ്ക്ക് കയറണം. അപ്പോൾ ചക്കരക്കല്ലിൽ ഇത്ര ആളുകൾ, ഞാൻ മനസ്സിലാക്കണത് ഇപ്പോൾ ഇന്നലെ ഇരുന്നിട്ട് നല്ലൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നമ്മളെല്ലാവരും ഒന്ന് ഡൊണേറ്റ് ചെയ്താൽ നമ്മുടെ വക ഇത്ര ഒരു 10 ആൾ, എൻ്റെ ഒരു അറിവിൽ ഒരു 20 ആളുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, നമ്മളെ ഏരിയയിൽ വരാത്തതായിരിക്കും, അവരുടെ ഫാമിലി സർക്കിളിലുള്ളതായിരിക്കും. അപ്പോൾ ഇതിലെന്താണ് മെച്ചം, നമ്മുടെ ഒരു ലിസ്റ്റ് ഔട്ട് കൊടുത്താൽ അവരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ ലിസ്റ്റ് നോക്കിയിട്ടാണ് അടുത്ത ഒരു വർക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്യാം. അവരിലേക്കുള്ളൊരു കോള്, അവരിലേക്കുള്ളൊരു വിസിറ്റ്, അവരെ പ്രത്യേകമായിട്ടുള്ള ക്ഷണിക്കൽ, അവരെ പിന്നെയും അവർക്കുള്ള ആ കാർഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് വരണം. ലിസ്റ്റിൽ വരാത്തവർ പിന്നെ എന്ത് ചെയ്യൂല, ആളുകൾ പിന്നെ ആലോചിക്കും നമ്മൾ ഏകദേശം ലിസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ പങ്കെടുക്കുന്നവരൊക്കെ നമുക്കൊരു 5 ലിസ്റ്റ് കൊടുത്ത് നമുക്കുള്ള മെച്ചെന്താ, ആ 5 ലിസ്റ്റിൽ ആരെങ്കിലും ഒരാൾ കണ്ണൂരെത്തി പ്രൊഫൈസിന് പങ്കെടുത്താൽ, അതിലെന്തെങ്കിലും ഹൈറവന് ലഭിച്ചാൽ അതിൻ്റെ പൂർണ്ണമായൊരു പ്രതിഫലം നമുക്കാണ്. അപ്പോൾ ഇത് തരിക എന്നുള്ളൊരു സംഗതി ചെറിയ സംഗതിയല്ല, ഒരു വലിയ കൂലിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലിസ്റ്റുകൾ കൈമാറണം. ഇനി അതിൽ എൻ്റർ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്, അവരൊക്കെ ആ ലിസ്റ്റ് അങ്ങോട്ട് പേരും നമ്പറും അവരുടെ എന്താണ് ജോബ് അതൊക്കെ ഒന്ന് എഴുതി കൊടുത്താൽ മതി വെള്ള പേപ്പറിൽ. അത് അവർ എൻ്റർ ചെയ്തോളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.